ഫിസിക്സിൽ 7 അധ്യായങ്ങളാണുള്ളത്. പിന്നെ 3 ലൈറ്റ്, 1 ഊർജ പരിപാലനം, എനർജി മാനേജ്മെൻറ്റ്. അപ്പോൾ ആദ്യത്തേത് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, രണ്ടാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിക് ഇഫക്റ്റ്, 3 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻജക്ഷൻ. അപ്പോൾ ഈ 3 അധ്യായങ്ങളിൽ ഒരു 10-20ഓളം CEകൾ, അതായത് കരിക്കുലാർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുമ്പോൾ ആശയങ്ങൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തി ആണ് സാധാരണ ചോദ്യം ഉണ്ടാവുക. അപ്പോൾ 20ഓളം ആശയങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തായാലും ഒരു 10-12 എന്തായാലും വരും. കാരണം എല്ലാ ആശയത്തെ സംബന്ധിച്ചും ചോദ്യം ഉണ്ടായാൽ നമുക്ക് 40 ഒതുക്കുവാനാവില്ല. അതുകൊണ്ട് നമുക്കറിയാം ഒരു 10ഓളം ആശയങ്ങൾ ഒരു അധ്യായത്തിലുണ്ടെങ്കിൽ ഒരു 4 എണ്ണമേ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റും. എന്നാലും നമ്മളത് ഓരോന്നിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. അപ്പം എന്നാൽ എന്തായാലും 20 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ 12 എണ്ണം കിട്ടും, നമുക്കത് സുഖമായിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഇഫക്റ്റ് ഓഫ് കറണ്ടിൽ ആദ്യം വരുന്നത് ഹീറ്റിംഗ് ഇഫക്റ്റാണ്. താപഫലം, വൈദ്യുതപ്രവാഹത്തിൻ്റെ താപഫലം. അതിലൊന്ന് ജൂൾ നിയമമാണ് പ്രധാനമായിട്ട് വരുന്നത്. ജൂൾ നിയമം, പിന്നെ ഉപകരണങ്ങൾ, താപഫലത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഉപകരണങ്ങൾ. അത് നമുക്കറിയാം, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹീറ്ററുകളുണ്ട്, ഇസ്തിരിപ്പെട്ടി, ഇമേഴ്സൺ ഹീറ്റർ, അങ്ങനെ കണ്ട നമ്മൾ താപോർജയാക്കി മാറ്റുന്ന സാധനങ്ങൾ. പിന്നെ ഫ്യൂസ് അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഫ്യൂസ് വളരെ ചെറിയൊരു സാധനമാണെങ്കിലും പലപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. പിന്നെ ആ ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ചാപ്റ്ററിൽ ഇല്ലെങ്കിലും 9ാം ക്ലാസ് പഠിച്ച പ്രതിരോധങ്ങളുടെ ക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരും. പ്രധാനമായി സീരീസ് ആൻഡ് പാരലൽ, ശ്രേണി സമാന്തരം, സീരീസ് ആൻഡ് പാരലൽ അറേഞ്ച്മെൻറ്റ്, അതിലുള്ള ചോദ്യങ്ങൾ. ഫാക്ടേഴ്സ് കൺട്രോളിങ് റെസിസ്റ്റൻസ്, പ്രതിരോധങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ, R=ρ×L/A എന്നുള്ള ആ സമവാക്യമൊക്കെ വെച്ചിട്ട് സാധാരണ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയാണത് വരുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് ആദ്യം ഇപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ്, ജൂളിൻ്റെ നിയമം എന്താ വെച്ചാൽ, when current is passing through a conductor, the amount of heat produced is directly proportional to square of the intensity of current, resistance of the conductor and time. H is directly proportional to I²RT. ഒരു ഇക്വേഷൻ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ യൂണിറ്റ് പഠിക്കണം ഓരോന്നിൻ്റെയും. കാരണം യൂണിറ്റുകൾ വളരെ പ്രധാനമാണ് ഇക്വേഷൻ സംബന്ധിച്ച്. ഹീറ്റാകുമ്പോൾ ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂളാണ്, I ആംബിയറാണ്, R ഓമാണ്, T സെക്കൻഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് കണക്കുകൾ ഉണ്ടാവും. ഡയറക്റ്റ് പ്രോബ്ലം മിക്കവാറും കുറച്ച് സിമ്പിൾ ആവാനാണ് സാധ്യത. കാരണം അതിന് പല കാരണമുണ്ട്. നമ്മൾ അത്തരം സങ്കീർണങ്ങളായ കണക്കുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു പ്രോബ്ലം ഇത് മാത്രമല്ല, പ്രതിരോധങ്ങളുടെ ക്രമീകരണം, അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് വെച്ചിട്ട്, വൈദ്യുത സർക്യൂട്ടും വെച്ചിട്ട്, പിന്നെ നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ച ഓം നിയമവും വെച്ചിട്ട് 3ഉം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ് ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പത്തരത്തിലുള്ള കണക്ക് നമുക്ക് നോക്കാം. അപ്പം അതിലിടക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കുറേ സമവാക്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇക്കൊല്ലം ഈ പവറും വോൾട്ടേജും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിക്കുന്ന കണക്കുകൾ വരും എന്നാണ് വരേണ്ടതാണ്. പവറും വോൾട്ടേജും P=VI എന്നുള്ള സമവാക്യം വെച്ചിട്ട് സാധാരണ 1-2 കൊല്ലമായി കൂടുതൽ കണക്ക് ചോദിക്കുന്നത്. അപ്പം അതിന് P=V²/R എന്നും R=V²/P എന്നുള്ള സമവാക്യം നമ്മൾ പഠിക്കണം. അപ്പം അതെങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള ആ സമവാക്യങ്ങൾ പഠിക്കണം. അതിനെ വെച്ചിട്ട് H=I²RT, I²RT. പിന്നെ പവർ W/T, ഇത് നമ്മൾ 9ാം ക്ലാസ് പഠിക്കുന്നതാണ്.
യൂണിറ്റ് സമയത്ത് ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാണ് പവർ. P സമം W/T. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്നാണ്. അതായത് നമ്മൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ശരിക്കുള്ള വർക്കാണ്, അതിൻ്റെ ഫലമായിട്ടാണ് ഹീറ്റ് ഉണ്ടാകുന്നത്. അപ്പം P സമം W/T. ആ ഇക്വേഷൻ നമുക്കപ്പം P സമം H/T എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ Hന് I²RT കൊടുത്തു കഴിഞ്ഞാൽ P ഈസ് ഈക്വൽ ടു I²RT/T. അപ്പോൾ ടിയും ടിയും പോയാൽ ഇവിടെ നമുക്ക് P സമം I²R എന്നുള്ള ഒരു സമവാക്യം കിട്ടും. ഇനി ഇതിൽ നിന്ന് നമ്മൾ പല സമവാക്യം നമുക്കുണ്ടാക്കും. ഉദാഹരണമായിട്ട് ഐക്ക് നമ്മൾ ഓന്നിയ പ്രകാരം V/R എന്നുള്ള ഒരു ഇത് കൊടുക്കും, ഇക്വേഷൻ. I സമം V/R ആണ്. അപ്പോൾ എന്ത് വരും വെച്ചാൽ P സമം V/R-ന്റെ സ്ക്വയർ V²/R² ആണ്. I സമം V/R ആണ് ഓംനിയോ പ്രകാരം. അപ്പോൾ V²/R² × R. അപ്പോൾ R ആണ്. P ഈസ് ഈക്വൽ ടു V²/R. ഇതിൽ നിന്ന് തന്നെ R സമം V²/P എന്ന്. ഈ 3 സമവാക്യങ്ങൾ വളരെ പ്രധാനം. P സമം I²R. അതിൽ നിന്ന് you can derive the equation P is equal to V²/R and R is equal to V²/P. പവറും വോൾട്ടേജ് തന്നാൽ അതിൽ നമുക്ക് റെസിസ്റ്റൻസ് കാണാം, അതിൽ I കാണാം, ഹീറ്റ് പ്രൊഡ്യൂസ് കാണാം. അങ്ങനെ 3 സമവാക്യങ്ങൾ, 3 വളരെ പ്രധാനപ്പെട്ട സമവാക്യങ്ങളാണ്. ഇനി ചെറിയൊരു മാറ്റോടി വരുത്തിയാൽ P സമം ഈ Rന് നമുക്ക് I²R എന്നുള്ളതിന് V/I എന്നുള്ള ഇക്വേഷൻ കൊടുക്കും. R സമം V/I ആണ്. ഓംനിയോ പ്രകാരം വോൾട്ടേജ് ഇൻറ്റൻസിറ്റി കൊണ്ട് വരച്ച് R കിട്ടും, റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ P സമം VI എന്ന് കിട്ടും. P സമം VI. വോൾട്ടേജ് ഇൻറ്റു ഇൻറ്റൻസിറ്റിയാണ് പവർ. ഇതും വളരെ പ്രധാന ട്രാൻസ്ഫോമറിൻ്റെ കണക്കെല്ലാം ചെയ്യാൻ ഇതാവശ്യമാണ്. അപ്പോൾ P സമം I²R, P സമം V²/R, R സമം V²/P, P സമം VI. അങ്ങനെ 4 സമവാക്യങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഇത് ട്രാൻസ്ഫോമറിൻ്റെ കണക്ക് ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. വെച്ച കണക്കാണ് ഈ പ്രാവശ്യം ട്രാൻസ്ഫോമറിൽ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഇനി ഇതിൽ വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം, സാധാരണയുള്ളൊരു പ്രോബ്ലം ചെയ്യാം. അതാണ് ചോദിക്കാൻ സാധ്യത. ഇതൊരു സാധാരണ പ്രോബ്ലമാണ്. പൊതുവേ ഡയറക്റ്റ് ചോദ്യമാണ് ഇക്കുറി സാധ്യത. ഇതിൽ 4 Ω 4 Ω പ്രതിരോധങ്ങൾ, റെസിസ്റ്റൻസസ് അറേഞ്ച്ഡ് ഇൻ പാരലൽ ആൻഡ് വോൾട്ടേജ് ഓഫ് 12 volt ഈസ് അപ്ലൈഡ് ഇൻ ദി സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ എങ്ങനെ ചോദ്യം വരിക? സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. എല്ലാ ചോദ്യത്തിനും സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. കാരണം ചിലപ്പോൾ ഒബ്സർവ് ഫിഗർ ആണെങ്കിൽ പലപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് അധികം ഉണ്ടാവുകയില്ല. ഇതിലിപ്പോൾ നിങ്ങളോട് ചിത്രം നിരീക്ഷിച്ച് തന്നെ നിങ്ങൾക്കിത് 2 4 Ω പ്രതിരോധകങ്ങൾ പാരലായിട്ട് ഘടിപ്പിച്ചതാണ്. 12 volt സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചോദിക്കാം? ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പം പൊതുവേ ചോദ്യങ്ങൾ 13 14 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ അധിക ചോദ്യത്തിന് 2 ഉപ ചോദ്യങ്ങൾ, ഇപ്പോൾ 1 2 3 ഒക്കെ ABC ആയിട്ടാണ് ചോദിക്കുക. കാരണം പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും ഒരു A+കാരനെ മാത്രം ഉദ്ദേശിച്ചിട്ട് ഒരു A ഗ്രേഡുകാരനെ ഉദ്ദേശിച്ചുള്ള ചോദ്യം അല്ല ഇടുക. ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് അപ്ലിക്കബിൾ ടു ഓൾ കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ്. കാരണം C+ കിട്ടുന്നവരുണ്ടാവും, പിന്നെ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ ഒരു Cൻ്റെ അപ്പുറം കിടക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ എല്ലാവരെയും രക്ഷപ്പെടുന്ന രീതിയിലാണ് ചോദ്യം ഉണ്ടാവുക. അപ്പോൾ A വിഭാഗം, ഇപ്പം 13 14 ചോദ്യത്തിൻ്റെ A വിഭാഗം മാത്രം ചെയ്താൽ ആ കുട്ടിക്ക് ഒരു C+ കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ചെറിയ ചോദ്യമുണ്ട്. അപ്പം ചിലപ്പം നല്ല രീതിയിൽ നല്ല കുട്ടി A+ ഗ്രേഡിലുള്ള കുട്ടികൾ ചിലപ്പോൾ എന്തിനാണ് ഇത് ചോദിക്കുന്നതിൽ നിസ്സാരമല്ലേ, ഇതൊറ്റ ചോദ്യമായിട്ട് പരിഗണിച്ചുകൂടെ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ ചോദ്യത്തിന് 3 ഉപചോദ്യങ്ങളുണ്ടാവും. ഒന്നാമത്തത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുക എന്നുള്ളതായിരിക്കും.
ഫൈൻഡ് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. എഴുതണ്ടല്ലോ, ചോദ്യം പറഞ്ഞാൽ മതി. ഫൈൻഡ് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. രണ്ടാമത്തേത് ഫൈൻഡ് ദി ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഇൻറ്റൻസിറ്റി, പിന്നെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. ഈ 3 ചോദ്യം. അപ്പോൾ ഇതിനൊന്ന് 2 അങ്ങനെ 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഇത് ചിലപ്പം പരിഗണിക്കാം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 4 പാരലൽ. അപ്പോൾ R1 രണ്ടാണെങ്കിൽ R1 R2 R1 + R2. രണ്ടാണേ അങ്ങനെ ചെയ്യാം. 2 കൂടുതലാണെങ്കിൽ നമുക്ക് 1/R എന്നുള്ളത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 4 × 4 4 + 4 16/8. 2 ഓമാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ രണ്ടാമത്തേത് ഇൻറ്റൻസിറ്റി എത്രയാണ്? ഈ സർക്യൂട്ടിൽ കൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ പ്രവാഹ തീവ്രത എത്രയായി? ഓം നിയമം നമുക്ക് 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, അറിയാം. I = V/R = 12 വോൾട്ട് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 ആണ്, 2 അപ്പോൾ 6 ആമ്പിയർ. ഇഫക്റ്റീവ് സഫല പ്രതിരോധം എന്നാണ് മലയാളത്തിൽ പറയാം. I = V/R 12 വോൾട്ട് 2 ഓം ഇഫക്റ്റീവ്. അപ്പോൾ 6 ആമ്പിയർ കറണ്ട്. ഇനി മൂന്നാമത്തത് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. നമുക്ക് I², I നമുക്കറിയാം, R അറിയാം. അപ്പോൾ ഓരോ സമയത്തേക്ക് അപ്പോൾ നമ്മൾ സമയവും കൂടി കിട്ടണം. ചോദ്യം എങ്ങനെയാണ് വരിക വെച്ചാൽ ഫൈൻഡ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇഫ് ദി സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ് ഫോർ 5 മിനിറ്റ്സ് ആയിക്കോട്ടെ, 5 മിനിറ്റ്സ്. അപ്പോൾ എന്ത് വരും? H = I² I 6 ആമ്പിയർ ആണ്, 6 × 6 ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 ഓമാണ്. സമയം 5 മിനിറ്റാണ്. പക്ഷേ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചാൽ പോരാ, മിനിറ്റിനെ ഹാവ് ടു കൺവേർട്ട് ഇൻ ടു സെക്കൻഡ്സ്. 5 × 60 300. H = I²RT. I 6 ആമ്പിയർ ആണ്, 6 × 6 റെസിസ്റ്റൻസ് സഫല പ്രതിരോധം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 ഓമാണ്. 300 സെക്കൻഡാണ് 5 മിനിറ്റ്. എല്ലാം കൂടി ഗുണിച്ചാൽ 72 300 21,600 ജൂൾ ആവും. അതാണ്. ഇപ്പം 5 മിനിറ്റ് നേരത്തേക്ക് സർക്യൂട്ടിൽ കൂടി വൈദ്യുതി പ്രയോഗിപ്പിച്ചാൽ 21,600 72 21,600. അപ്പം ഇങ്ങനെയാണ് സാധാരണ ഗതിയിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നതാണെങ്കിൽ ചെയ്യുക. പക്ഷേ ഇത് തന്നെ വരണമെന്നില്ല. വേറെ ഇതൊക്കെ വെച്ച് നേരത്തെ പറഞ്ഞ് P = V²/R, R = V²/B ഒക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരാം. അപ്പം അത്തരത്തിലുള്ള ഒരു കണക്കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ P ഉദാഹരണത്തിന് നമ്മളെ പൂളുകളിലൊക്കെ ഇപ്രാവശ്യം പൂളില്ല, 2 കൊല്ലം മുമ്പുള്ള പൂളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമുള്ള ഇപ്രാവശ്യം പല പ്രശ്നവും പ്രകൃതി ദുരന്തം ഒരുപാട് പ്രശ്നം വന്നതിനെ കൊണ്ട് പുതിയ ചോദ്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പെട്ടതൊക്കെയാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ശരിക്കും വരാൻ സാധ്യതയുള്ളതുമാണ്. പിന്നെ ഇപ്പോൾ വിയും P = V²/R, R = V²/B വെച്ച് ചെയ്യാവുന്ന P = VI ഇതൊക്കെ വെച്ച് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുക. ഉദാഹരണത്തിന് പിന്നെ ഇപ്പോൾ 500 വാട്ട് 1000 വാട്ട് പവറുള്ള 2 ബൾബുകൾ 250 വോൾട്ട് സപ്ലൈയുമായി ഘടിപ്പിച്ച് പ്രത്യേകമായി ഘടിപ്പിക്കുന്നു. 500 വാട്ടിൻ്റെ ബൾബ് 1000 വാട്ടിൻ്റെ ബൾബ് 250 വോൾട്ട് സപ്ലൈ ആയിട്ട് പ്രത്യേകം സെപ്പറേറ്റ്ലി ആണ്. ഇല്ലെങ്കിൽ നമുക്കത് തെറ്റിദ്ധാരണ വരും. ഇതൊരു സപ്ലൈ ആയിട്ട് ഘടിപ്പിക്കുക, ഇത് വേറെ ഘടിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ 2, 3, 4 ചോദ്യം ഇത് ചോദിക്കുക. പക്ഷേ ചിലപ്പോൾ 2 ചോദ്യങ്ങളേ ഉണ്ടാവും ഈ 2 മാർക്കിൻ്റെ. ഒന്നാമത്തെ ചോദ്യം, ഇതിലേതിനാണ് പ്രതിരോധം കൂടുതൽ എന്ന് ചോദിക്കാം. ഏതിനാണ് പ്രതിരോധം? അപ്പോൾ 2ൻ്റെയും പ്രതിരോധം നമ്മൾ കാണും. ഏതിനാണ് പ്രതിരോധം കൂടുതൽ? പിന്നെ പ്രവാഹ തീവ്രത ഏത് ബൾബിൽ കൂടിയായിരിക്കും കൂടുതൽ? പ്രതിരോധം ചോദിക്കാം, പ്രവാഹ തീവ്രതയും ചോദിക്കാം, ഇൻറ്റൻസിറ്റി. അപ്പം ഇത് കാണാനുള്ള സമവാക്യം നമുക്കറിയാം. P
പവറും തന്നിട്ടുണ്ട്, വോൾട്ടേജും തന്നിട്ടുണ്ട്. അപ്പോൾ R=V²/P വെച്ചിട്ട് ഓരോന്നിൻ്റെയും പ്രതിരോധം കാണാം. ഇപ്പോൾ ഒന്നാമത്തെ ബൾബിൻ്റെ പ്രതിരോധം R=V²/P 250, 250 പവർ 125 ഓമാണ് അതിൻ്റെ 125 ഓം. അപ്പോൾ ഇതിൻ്റെ നമുക്കിത് ചെയ്യാണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ, V²/P 250 × 250/1000. അപ്പോൾ പകുതിയെ 62.5 ആയിരിക്കും രണ്ടാമത്തെ ബൾബിൻ്റെ പ്രതിരോധം. അപ്പം പ്രതിരോധം അധികം, പവർ കുറഞ്ഞതിനാണ്. പവർ കുറഞ്ഞതിന് പ്രതിരോധം അധികം. അപ്പം അങ്ങനെ പ്രതിരോധം ഏതിനാണ് കൂടുതൽ. അപ്പം ഇൻറ്റൻസിറ്റി പിന്നെ പ്രശ്നമില്ല. കാരണം ഇൻറ്റൻസിറ്റി ഏതിനാണ് അധികം എന്നുള്ളത് നമുക്കറിയാം. പ്രതിരോധം കുറഞ്ഞ രണ്ടാമത്തെ പ്രതിരോധം 62.5 ഓമുള്ള ഇതിനായിരിക്കും ഇൻറ്റൻസിറ്റി കൂടുതൽ. കാരണം 250 വോൾട്ടാണ്. അപ്പം ഇൻറ്റൻസിറ്റി ആദ്യത്തെ ബൾബിൽ കൂടെയുള്ള വൈദ്യുത പ്രവാഹം 2 ആമ്പിയർ ആയിരിക്കും. കാരണം 250 വോൾട്ടിലാണ് ഘടിപ്പിക്കുന്നത്. 125 ഓമാണ് അതിൻ്റെ പ്രതിരോധം. അതുകൊണ്ട് 2 ആമ്പിയറാണ് അതിൽ കൂടെ പ്രവഹിക്കുന്ന കറണ്ടിൻ്റെ തീവ്രത. മറ്റത് നേരെ ഇരട്ടിയായിരിക്കും. B2-ൻ്റെത് ഇതിൻ്റെത് 2 ആമ്പിയറാണ്, ഇത് 4 ആമ്പിയർ ആയിരിക്കും. കാരണം 62.5 ഉള്ളൂ പ്രതിരോധം. അപ്പം ഇൻറ്റൻസിറ്റി രണ്ടാമത്തേനാണ് അധികം, പ്രതിരോധം ആദ്യത്തേനാണ് അധികം. പിന്നെയും ചോദിക്കാം, മൂന്നാമത്തെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ബൾബിൽ ഏതെങ്കിലും ഒരു ബൾബ്, ഇപ്പോൾ രണ്ടാമത്തെ ബൾബ് 1 മണിക്കൂർ പ്രവർത്തിപ്പിക്കും. അങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയായിരിക്കും. അപ്പോൾ അത് കാണാൻ പലപ്പോഴും കുട്ടികൾ H=I² എന്നുള്ള സമവാക്യം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യം നമുക്കില്ല. കാരണം H = പവർ തന്നിട്ടുണ്ട്, PT വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ബൾബ് 1 മണിക്കൂർ പ്രവർത്തിപ്പിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം 1000 വാട്ടാണ് പവർ. ടൈം 1 മണിക്കൂറാണ്. യു ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ 3600 സെക്കൻഡ്സ്. 36 ലക്ഷം ജൂൾ, 2, 3, 5 ജൂൾ. ഇത്രയും ജൂൾ താപം ഉൽപ്പാദിപ്പിക്കും. അപ്പം ഇത്തരത്തിൽ നമ്മൾ ജൂൾ നിയമത്തിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് കണക്കുകൾ ചോദിക്കാം. അപ്പോൾ കണക്കിൻ്റെ പ്രശ്നം പൊതുവായിട്ട് ഒന്നാമത്തെ അധ്യായത്തിലാണ് കാര്യമായിട്ടുള്ളൂ. രണ്ടാമത്തേൽ മാഗ്നറ്റിക് ഇഫക്റ്റ് ആയതുകൊണ്ട് കണക്കല്ല, വൈദ്യുതിയുടെ പല നിയമങ്ങളാണ് അതിൽ വരുന്നത്. മൂന്നാമത്തേതിലും കണക്ക് വരുന്നത് നമ്മളെ ട്രാൻസ്ഫോമറിനും നമ്മളുടെ വൈദ്യുത ചാർജ് കണക്കൂട്ടുന്നതിനുമാണ്. അതായത് ഫിസിക്സിൽ 3 ഗണിത ക്രിയകൾ ധാരാളം വരുന്നുണ്ട്. ഇപ്പം ലൈറ്റിലാണെങ്കിലും വരുന്നുണ്ട്. അപ്പം ഗണിതത്തിൽ നമ്മൾ സ്ഥിരമായി കുട്ടികളോട് പറയാറുള്ളത് പോലെ 16 ക്രിയകൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള കഴിവ് കുട്ടികൾ ശരിക്ക് സ്വായത്തമാക്കണം. 16 ക്രിയ എന്ന് ഉദ്ദേശിക്കുന്നത് സങ്കലനം, ആഡിങ്, അഡീഷൻ, വ്യവകലനം, സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ കുറക്കൽ, ഗുണനം, മൾട്ടിപ്ലിക്കേഷൻ, ഹരണം, ഡിവിഷൻ. ഈ 4 ക്രിയകൾ ചതുഷ്ക്രിയകളാണ്. പണ്ട് നമ്മളെപ്പോലത്തെയൊക്കെ പഠിക്കുമ്പോൾ ഇതൊരുപാട് അത് തന്നെയാണ് കാര്യമായിട്ട്. അതൊരു 7 വരെയൊക്കെ അതങ്ങ് ക്ലിയർ ആയാലാണ്. ഇപ്പം അതില്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ ഈ 4 ക്രിയകൾ 16 വരുന്ന എന്താ വെച്ചാൽ 4 തരത്തിലുള്ള സംഖ്യകൾ. സാധാരണ എണ്ണൽ സംഖ്യകളുണ്ട്, 1, 2, 3, 4 എന്നുള്ളത്. നെഗറ്റീവ് ഉണ്ട്, -1, -2, -3. ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നമുണ്ട്, 1/2, 2/3 എന്നൊക്കെ ഉള്ള. പിന്നെ ദശാംശം അല്ലെങ്കിൽ ഡെസിമൽ 0.4, 0.5 എന്നൊക്കെ. ഇത്തരം 4 സംഖ്യകളുടെ 4 ക്രിയകൾ ചെയ്യുന്നത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ പകുതി വെച്ചുള്ള ഇക്വേഷൻ പകുതി എഴുതി ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ ചെറിയ പ്രയാസങ്ങൾ നേരിടും. അതാണ് നിങ്ങളോട് കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള എങ്ങനെയാക്കി ഇതിൽ കണക്ക് തന്നെയാണ് കാര്യമായിട്ടുള്ളത്. ഇനി ഇക്കൊല്ലം പ്രത്യേകിച്ച് പിന്നെ വരുന്ന ഒരു സംഗതി ആവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ മാറ്റം ബുക്കിൽ വരുത്തിയിട്ടുണ്ട്. കട്ട് ചെയ്താണ് കഴിഞ്ഞ കൊല്ലത്തിനെ
ഇപ്പോൾ സൗണ്ടും ഹീറ്റും ഇലക്ട്രോണിക്സും 3 നല്ല ചാപ്റ്റർ അങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് പകരം ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും കൊണ്ടുവരികയാണ് ചെയ്തത്. അതിൻ്റെ അതേസമയം എനർജി ക്രൈസിസ് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പം നല്ല 3 ചാപ്റ്റർ ബുദ്ധിമുട്ടുള്ളതാണ് ഒഴിവാക്കിയത്. പക്ഷേ ലൈറ്റും കുറച്ച് പ്രയാസമുള്ള തന്നെയാണ്. പക്ഷേ വേറെ ചില മാറ്റം വരുത്തിയത് കഴിഞ്ഞ വർഷം 1ാമത്തെ ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസിൻ്റെ ക്രമീകരണം അത് 3ാമത്തേൽ കൊണ്ടെത്തിക്കും, 3ാമത്തേൽ വെച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയായിരുന്നാൽ ഇതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ചോദിക്കുക. അത് 9ൽ പഠിക്കുന്നതാണ്. അത് കഴിഞ്ഞ കൊല്ലം 10ാം ക്ലാസ് ആ ബുക്കിൽ തന്നെ ഉണ്ടായിരുന്നു കൂടുതലായിട്ട്. ഇപ്രാവശ്യം ചെറിയൊരു മാറ്റം വരുത്തിയത് ഇതുവരെ ചോദിക്കാത്ത രീതിയിലുള്ള ഒരു ചോദ്യം. നമ്മളൊന്ന് ഇത്രയും കാലമായിട്ട് ആ ടൈപ്പ് ചോദ്യം പിന്നെ റെസിസ്റ്റൻസിലെ കുട്ടികൾക്ക് പിന്നെ ഇതുവരെ സിലബസ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് മോഡലൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഹാഫ് ഇയർലിക്കും ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു റെസിസ്റ്റൻസിൻ്റെ ഒരു ചോദ്യം നമുക്ക് ചെയ്യണം. സീരീസും പാരലലും അല്ല, ശ്രേണി സമാന്തരം തന്നെയാണ്. പക്ഷേ മുമ്പൊക്കെ വെച്ചാൽ നേരത്തെ ഞാൻ ചെയ്ത പോലെ ശ്രേണിയിൽ തന്നിട്ട് ഇഫക്റ്റീവ് റിവിഷൻ അല്ലെങ്കിൽ സബല പ്രതിരോധം കാണുക, സമാന്തരത്തിൻ്റെ കാണുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പം നിങ്ങളെ ആക്ടിവിറ്റീസിലത് നിങ്ങൾക്ക് കാണാം 1ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു ചോദ്യം പറയാം. You are given 4 ohm റെസിസ്റ്റൻസസ്, 4 ഓം പ്രതിരോധങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കും. Draw the circuit for getting maximum effective resistance, minimum effective resistance, maximum effective resistance, minimum effective resistance, and an effective resistance of 2 ohm. അതാണ്. അപ്പം മാക്സിമം എങ്ങനെ പിന്നെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാം, അതിനെങ്ങനെ സർക്യൂട്ടിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം, മിനിമം എങ്ങനെ ഉണ്ടാക്കാം, 2 ഓം എങ്ങനെ ഈ 4 ഉപയോഗിച്ചിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം അങ്ങനെ ഒരു വലിയൊരു ചിലപ്പോൾ ഒരു 3 മാർക്കിനൊക്കെ ഉള്ളൊരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. അത് മാക്സിമം മിനിമം കുട്ടികൾക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. കാരണം മാക്സിമം സീരീസാണ്, സീരീസിൽ അറേഞ്ച് ചെയ്താൽ മാക്സിമം കിട്ടുമെന്ന് അറിയാം. പാരലായിട്ട് കഴിഞ്ഞാൽ മിനിമം കിട്ടും എന്നുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ സീരീസിൽ ഇങ്ങനെ 4 നിങ്ങൾക്കറിയാം, കൂടുതലായിട്ട് വരക്കണ്ട. 16 ഓം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, R1 R2 R3 R4. രണ്ടാമത് നിങ്ങൾക്ക് 4 പാരലായിട്ട് വെച്ചാൽ സർക്യൂട്ട് വരക്കുന്നത് നിങ്ങൾക്കറിയാം. അങ്ങനെ 4 പാരലായിട്ട് വെച്ചു. അപ്പം അതിന് 1/R വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ 1/R വേർ R ഈസ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 പ്ലസ് 1. അപ്പോൾ 1/R ഈസ് ഈക്വൽ ടു 1. സോ R വിൽ ബി ഈക്വൽ ടു 1. ഓം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പം സീരീസാണെങ്കിൽ 16 പാരലാണെങ്കിൽ 1 ഓമാണ് നിങ്ങൾക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടുക. എന്നാൽ 2 ഓം എങ്ങനെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് ഏത് രീതിയിൽ ക്രമീകരിച്ചാൽ ലഭിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും അത്തരം ചോദ്യം ഉണ്ടാവും. കുറി മോഡലിന് ചോദിച്ചത് എത്ര 2 ഓം 5 എണ്ണം തന്നിട്ട് 4.5 അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ അത് പലപ്പോഴും രണ്ടും കൂടി മിക്സായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ കൊടുത്താൽ 4 ഓം 4 ഓം 4 ഓം. അപ്പം ഇവിടെ സീരീസിൽ 4 ഓം 4 ഓം, ഇവിടെയും ഇതിന് പാരലായിട്ട് 4 ഓം 4 ഓം. അപ്പോൾ ഇത് ഫലത്തിൽ 8 ഓം റെസിസ്റ്റൻസുകൾ പാരലായിട്ട് ക്രമീകരിച്ചതിന് തുല്യമായി. അപ്പോൾ 8 അപ്പോൾ R1 R2. അപ്പോൾ മൂന്നാമത്തത് 4 × 4 സോറി പിന്നെ 4 4 4 + 4 8. അപ്പോൾ 8 8 എന്നിവ പാരലായിട്ട്
കണക്ട് ചെയ്ത് കൊടുത്താൽ 8 × 8 = 8 + 8 × 8 64/16 4 ആണ്. നേരത്തെ 2 എന്ന് പറഞ്ഞു. ഏതാണ്? 4 ohm effective resistance ആണ്. 4 ohm എങ്ങനെ? How will you arrange 4 ohm resistance? അപ്പോൾ മാക്സിമം 16, മിനിമം 1. 4 ohm ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടാൻ നിങ്ങൾ എങ്ങനെ ഇത് ക്രമീകരിക്കുമെന്ന് ചോദിച്ചാൽ 2 4 ohm റെസിസ്റ്റൻസ് സീരീസിൽ ഘടിപ്പിക്കുക. അതിന് സമാന്തരമായി ബാക്കി അപ്പം അത് 8 ohm 8 ohm പാരലായിട്ട് ഘടിപ്പിച്ചതിൻ്റെ അതിന് തുല്യമായിട്ട് വരും. അപ്പോൾ R1 × R2 8 × 8 = 8 + 8 64/16 4 ohm. അപ്പം ഇങ്ങനെയുള്ള ഒരു ചോദ്യം ആ റെസിസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ചിലപ്പോഴത് ഫ്രാക്ഷനൊക്കെ വരും, ഒന്നും കൂടായികയില്ല. ചിലപ്പം ഫ്രാക്ഷൻ ഉള്ളത് പിന്നെ ഒരു 4.5 അങ്ങാനായിരുന്നു മോഡലിൽ ചോദിച്ചെന്നാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം റെസിസ്റ്റൻസിനെ പറ്റി. പിന്നെ അതിൽ ഫാക്ടേഴ്സ് കൺട്രോളിങ് റെസിസ്റ്റൻസുള്ള സമവാക്യം എപ്പോഴും ഓർമ്മിക്കുന്നത് നല്ലതാണ്. 9ാം ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷനാണ് R = ρ × L/A. ഇതിൽ കറക്റ്റ് ഇക്വേഷൻ ഏതാണ്? 2 കൊല്ലം മുമ്പ് ഒന്നാമത്തെ ചോദ്യം തന്നെ അതായിരുന്നു. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് തിരിച്ചും മറിച്ചൊക്കെ കൊടുത്തിട്ട് ഇതല്ല കൊടുത്തത്. പിന്നെ ρ = എന്ന് വെച്ചിട്ടുള്ളൊരു ഇക്വേഷൻ കൊടുത്തത്. ρ will be R × A/L ആണ് ρ. അപ്പോൾ ആ ഇക്വേഷനെ ആ കൊല്ലം 2 കൊല്ലം മുമ്പ് കൊടുത്തത്. അപ്പോൾ ഇക്വേഷൻ ഇപ്പോൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് പോയി എന്നതുകൊണ്ടാണ് ഇതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അങ്ങനെ പ്രോബ്ലംസ് ഇതാണ് വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹീറ്റിംഗ് ഇഫക്റ്റിൽ ജൂൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്, ഈ കണക്കുകൾ തന്നെയാണ് പ്രധാനം. പിന്നെ അതിൽ ഈ റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസ് നിങ്ങളെ പുസ്തകത്തിൽ 3ാമത്തേലാണ് വരുന്നത്. പക്ഷേ അതിവിടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പിന്നെ ഇനി അതിൽ ആകെയുള്ളൊരു കാര്യം ഇവിടെ അപ്ലയൻസസ് ആണ്. അതായത് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ പറ്റി അറിയാമെന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ പ്രവർത്തനമൊന്നും പഠിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, പിന്നെ അതുപോലെ ഇമേഴ്സൺ ഹീറ്റർ പോലെയല്ല. പിന്നെ ഫ്യൂസിൽ വളരെ സിമ്പിളായിട്ടുള്ള സാധനം. എല്ലാ കൊല്ലത്തെ പേപ്പർ എടുത്ത് നോക്കിയാൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. ഒന്നുകിൽ ഒരു മാർക്കിൻ്റെ പിന്നെ ഫൈൻഡ് കമ്പാനിയൻ എന്നൊക്കെ ഉള്ള ചോദ്യമായിരിക്കും. നിക്രോം, നിക്കലൈൻ, ക്രോമിയം, മാംഗനീസ്, ഫ്യൂസ് ഡാഷ് എന്നുള്ള ചോദ്യം. അപ്പോൾ ലെഡും ടിന്നും ചേർന്ന മിശ്രിതമാണ് ഫ്യൂസ് കമ്പിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇതെന്താ വെച്ചാൽ ഫ്യൂസിൻ്റെ പ്രോസസ്സ് പല കൊല്ലങ്ങളും ചോദിച്ചിട്ടുണ്ട് ക്രമീകരിക്കാൻ വേണ്ടി. അപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ക്രമം തെറ്റി കൊടുക്കും, എന്നിട്ടത് ക്രമീകരിക്കാൻ. ഉദാഹരണത്തിന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് ഫ്യൂസ് കമ്പി ഡിസ്കണക്ട്, ഇതാണ് ശരിക്കും അതിൻ്റെ പ്രോസസ്സ്. അപ്പം തെറ്റിയിട്ട് കൊടുക്കും. ആദ്യം ചിലപ്പോൾ ഒന്നാമത്തത് ഫ്യൂസ് കമ്പി ഉരുകുന്നു, പിന്നെ ഹൈ വോൾട്ടേജ് വരുന്നു, സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നു, ഫ്യൂസ് കമ്പി ചൂടാകും. അപ്പോൾ നിങ്ങളോടത് ക്രമപ്പെടുത്താൻ അറേഞ്ച് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് ഈസ് അപ്ലൈഡ്, ഫ്യൂസ് വയർ ഗെറ്റ് ഹീറ്റഡ്, melting, fuse wire melts and the circuit is disconnected. അപ്പം അങ്ങനെയുള്ളൊരു സാധനമാണ് നമ്മൾ ആ ഫ്യൂസ് കമ്പി. ചെറിയൊരു ഭാഗമാണ്, എന്നാലും പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഒന്നാമത്തെ ഹീറ്റിംഗ് ഇഫക്റ്റിൽ വരുന്നത്. പിന്നെ അതിൽ ലൈറ്റ് ഇഫക്റ്റ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ ലൈറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതിൽ കഴിഞ്ഞ വർഷം 6 തരത്തിലുള്ള ലൈറ്റുകളുണ്ടായിരുന്നു. ഇൻകാൻഡസെൻ്റ്, ഫ്ലോറസെൻ്റ്, ഡിസ്ചാർജ്, CFL, LED, ആർക്ക്. അതെല്ലാം ഒന്നും കുറിയില്ല, അതും കുറേ എടുക്കുക. ഇൻകാൻഡസെൻ്റാണ് മെയിനായിട്ടുള്ളത്. ഇൻകാൻഡസെൻ്റ് ലാമ്പ്
പിന്നെ ഫ്ലൂറസെൻറ്റിനെ പറ്റി ഡിസ്ചാർജിനെ പറ്റിയുള്ള ചെറിയ ഒരു ധാരണ ഉണ്ടാക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതിൽ ഇൻകാൻഡസെൻറ്റിൽ നമ്മൾ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അപ്പം മുമ്പ് കഴിഞ്ഞ ബുക്കിലാണ് 6 തരത്തിലുള്ളതുണ്ടായിരുന്നു. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ക്ലാസിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്രാവശ്യം അതിനുള്ളൊരു സാധ്യതയില്ല. കാരണം ഇക്കുറി ഇൻകാൻഡസെൻറ്റ് മാത്രമേ ഊന്നല കൊടുത്തുകൊണ്ടുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ LED വളരെയധികം പ്രാധാന്യം കൊടുത്തി ഈ പ്രാവശ്യത്തെ ബുക്കിൽ. അത് നിങ്ങൾക്കറിയായിരിക്കും. നിങ്ങളുടെ സി കണ്ടിന്യൂസ് ഇവാലുവേഷൻ 10 മാർക്കിൻ്റെതായിട്ട് ബന്ധപ്പെട്ട് അത് ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. പുസ്തകം നോക്കി നിങ്ങൾക്കറിയാം. LED നിർമ്മാണം, അതിൻ്റെ റിപ്പയർ, പ്രധാന ഘടകം, ഇതൊന്നും കഴിഞ്ഞ വർഷത്തെ ബുക്കിലില്ല. ഇപ്രാവശ്യം സിക്ക് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുപോകുക. അപ്പോൾ അതിൽ ആ ഭാഗത്ത് ചോദ്യങ്ങൾ നമ്മളത്ര പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത് നിങ്ങൾ സ്കൂളിൽ വെച്ച് ചെയ്തിട്ട് LED ഓരോരുത്തർ വീട്ടിലൊക്കെ കൊണ്ടുപോയി വിദഗ്ധന്മാർ വന്ന് കാണിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയുന്ന പല സ്കൂളും വീട്ടിൽ അത് ഉപയോഗിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അവനവനുണ്ടാക്കിയ LED. അപ്പോൾ അത് നിങ്ങൾക്ക് 10 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കുന്നതാണെങ്കിൽ LED പ്രത്യേകതകൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇൻകാൻഡസെൻറ്റിന് ഒന്ന് അതിൻ്റെ ഫിലമെൻറ്റ്, പ്രധാനപ്പെട്ട ഭാഗം ടങ്സ്റ്റൺ കൊണ്ടുള്ള ഫിലമെൻ്റാണ്. പിന്നെ ബൾബും, വേറൊന്നും അതിലില്ല. പിന്നെ അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ ടങ്സ്റ്റൺ ഫിലമെൻറ്റ്, ടങ്സ്റ്റൺ എന്ന മെറ്റലാണ് ഉപയോഗിക്കുന്നത്. ഗ്ലാസ് ബൾബ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വൈ ടങ്സ്റ്റൺ ഈസ് യൂസ്ഡ്, എന്തുകൊണ്ടാണ് ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത്. അത് പല രീതിയിൽ ചോദിക്കും. ഒരു പ്രാവശ്യം ചോദിച്ചത് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ചോദ്യത്തിൽ തന്നെ ഒരു കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള രീതിയിലാണ് ചോദ്യം ഉണ്ടാവും. ഉദാഹരണത്തിന് ഇതിനെപ്പറ്റി തന്നെ ഒരു 3 കൊല്ലം മുമ്പുള്ള ഒരു ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഫേവറബിൾ സിറ്റുവേഷൻസ് എന്നാണ്. ഐഡൻറ്റിഫൈ ദ ഫേവറബിൾ സിറ്റുവേഷൻസ് ഫോർ സെലക്ടിങ് ടങ്സ്റ്റൺ ആസ് ദി ഫിലമെൻറ്റ് ഇൻ എൻ ഇൻകാൻഡസെൻറ്റ് ബൾബ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഒരു ഇൻകാൻഡസെൻറ്റ് ബൾബിൽ ഫിലമെൻ്റായി ടങ്സ്റ്റൺ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ ഉണ്ടായ അനുകൂല പരിതസ്ഥിതി, അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെയെല്ലാം കേട്ടാൽ ചിലപ്പം കുട്ടികൾ ഒന്നും എന്താ ചോദിച്ചതെന്ന് മനസ്സിലാകണ്ടായിരിക്കും. എന്താണ് പ്രത്യേകത എന്ന് മാത്രമാണ്. എന്താ ടങ്സ്റ്റൻ്റെ പ്രത്യേകത? ഒന്ന് ഹൈ റെസിസ്റ്റൻസാണ്, ഉയർന്ന പ്രതിരോധം. പിന്നെ ഉയർന്ന ദ്രവണാങ്കം, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ദീർഘനേരം ചുട്ട് പഴുത്ത് പ്രകാശം കൊടുക്കാനുള്ള കഴിവ്, ചുരുളുകളാക്കാനുള്ള കഴിവ്. മെല്ലിയബിലിറ്റി ആൻഡ് ഡെൻസിറ്റി പൊതുവേ ലോഹത്തിനുണ്ട്, പക്ഷേ ഇതിന് അധികമാണ്. വളരെ നേർത്ത ചുരുളുകളാക്കാൻ.